അമ്മയുടെ മോൻ നശിച്ച് പണ്ടാരടങ്ങി പോകുന്ന മോനായിരുന്നു. ആ മോനെ ഒരു നല്ല വഴിക്ക് കൊണ്ടുവരാൻ ഒരാളെ കൊണ്ട് പറ്റി. അമ്മക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഇതും അമ്മ കണ്ടു. അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്ക്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പം എൻ്റെ അച്ഛൻ പോയി, ചേട്ടൻ പോയി. അകാലത്തിൽ മറ്റുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടോ? എന്നെയോ? ഉപയോഗിച്ചു. ചില സീരിയലുകൾ എൻഡോസൾഫോണിനേക്കാൾ മാരകമാണ് എന്ന് പറയുന്നു. എന്തിനാണ് ഇവർ പറയണത്? എന്ത് വിപത്ത്? ഈ സീരിയൽ കണ്ടുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? പല വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സീരിയൽ കാണിക്കുന്നത്. ചില സീരിയലുകളിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ സീരിയലും ആക്ഷേപിച്ചിട്ടില്ല. ഇപ്പം ഞാനൊരു സീരിയൽ മണിമുത്ത് പറയുന്ന സീരിയൽ ചെയ്യുന്നത്, അതിൽ കുട്ടിയുടെ അടുത്ത് പാല് ഗ്ലാസ് നിലത്ത് വെച്ചിട്ട് നക്കി കുടിക്കാൻ വേണ്ടിയുള്ള ഷോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ ഇത് കുട്ടികൾ കാണുന്ന ഒരു സീരിയലാണ്, ആ ഷോട്ട് ഒഴിവാക്കിക്കൂടെ? നിങ്ങൾ പറയുന്നത് സീരിയലിൽ വില്ലന്മാർ എല്ലാവരും വിചാരിക്കും വില്ലന്മാരാണ് ഏറ്റവും അല്ല. സീരിയലിൽ അഭിനയിക്കുന്ന നായകന്മാരാണ് വില്ലന്മാരെക്കാളും റിയൽ ലൈഫിൽ വില്ലന്മാർ. ഇവിടെ വീഡിയോ സ്വന്തം അയച്ചു കൊടുക്കുന്നുണ്ട്, അതും എൻ്റെ കയ്യിലുണ്ട് കേട്ടാ. ബോഡി നീഡ്സാണ് ഇതൊക്കെ എന്ന് പറയുന്നത്, ശാരീരിക ആവശ്യങ്ങളാണ്. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല. സാധാരണ വർത്തമാനം പറഞ്ഞ് നമ്മൾ ക്ലാഷായി കഴിഞ്ഞ് പോയി. ഞാൻ ആദ്യമേ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇച്ചിരി അലമ്പാണ്, നമുക്ക് വലിയ നല്ല പേരൊന്നുമില്ല എന്ന രീതിയിൽ തന്നെ അങ്ങ് പോകും. ആൾക്കാർക്ക് എന്താണെന്ന് എഴുതി വിടാൻ പറ്റില്ലാത്തത്. നമ്മൾ ഒരുമിച്ച് താമസിക്കാത്തിട്ടൊന്നുമല്ല. നമ്മൾ ട്രിപ്പ് പോകുന്നതല്ലേ, നമുക്ക് എന്താ ഒരുമിച്ച് താമസിച്ചാൽ എന്താണ്? എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മക്ക് പോലും ഈ പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് ഈ ഇൻ്റർവ്യൂ എൻ്റെ അമ്മ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മയോട് നേരിട്ട് പറയണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മയുടെ മോൻ നശിച്ച് പണ്ടാരടങ്ങി പോകുന്ന മോനായിരുന്നു. ആ മോനെ ഒരു നല്ല വഴിക്ക് കൊണ്ടുവരാൻ ഒരാളെ കൊണ്ട് പറ്റി. അമ്മക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഇതും അമ്മ കണ്ടു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ കുടുംബക്കാർ വിളിച്ച് ചോദിച്ചല്ലോ, എൻ്റെ അടുക്ക അവർ ചോദിക്കുന്നു, ഇവർ ചോദിക്കുന്നു, ഞാനത് എന്താ പറയേണ്ടത്, നിനക്ക് ഒരു അനുഭവത്തിൽ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറയുന്നതിനേക്കാളും നല്ലത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മോനെ നല്ല വഴിക്ക് ഒരാൾ കൊണ്ടുവന്നല്ലോ എന്ന് നല്ല രീതിയിൽ ചിന്തിക്കുക. അവർ പറയുന്നു, ഇവർ പറയുന്നു, കുടുംബക്കാർ നല്ലവരുണ്ട്, ചിലവർ കുത്തിത്തിരിപ്പ്, അവരെ ചെവി കേൾക്കണ്ട, ഇല കെട്ടി ഇല ഇങ്ങോട്ടേക്കോ. അമ്മേൻ്റെ മോനെന്താണെന്ന് അമ്മ മനസ്സിലാക്കിയാൽ മതി, അമ്മ അറിഞ്ഞാൽ മതി. ഓക്കെ, പറഞ്ഞു. എളുപ്പമല്ല ബ്രോ ഇങ്ങനെ പറയാൻ? അല്ല, അത് പറയണം. അത് ചിലപ്പോൾ നമുക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല പലപ്പോഴും, അല്ലേ? അമ്മമാരോടും അച്ഛന്മാരോടും നമുക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കാര്യമാണ്. അത് ഇങ്ങനെ കാണുമോ എന്തോ ഈ ഇൻ്റർവ്യൂ കണ്ടാൽ. ഇതിനെന്നെ ചീത്ത വിളിക്കരുത്. അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്ക്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പം എൻ്റെ അച്ഛൻ പോയി, ചേട്ടൻ പോയി. അകാലത്തിൽ എൻ്റെ ചേട്ടൻ നല്ല കഴിവുള്ളൊരുത്തനായിരുന്നു. എൻ്റെ ബ്രദർ ജിതേഷ് മോഹൻ എന്ന് പറഞ്ഞാൽ നല്ലോണം പാട്ട് പാടും, BCCI ലെവൽ 1 അമ്പയർ, ഒരു മാത്സ് ടീച്ചർ എല്ലാം ആയിരുന്നു. പക്ഷേ പോയി. ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ കെട്ടിക്കെടുക്കുക കുറേ ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ പുറത്താണ്. ഇത് ഞാൻ ഇവളോടും പറഞ്ഞിട്ടുണ്ട്. വി ഷുഡ് ഷെയർ അവർ ഹാപ്പിനെസ്, ഷുഡ് നോട്ട് ഷെയർ അവർ സോറോസ്. എന്ന് വെച്ചാൽ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ വലിയവർക്കും താല്പര്യം ഉണ്ടാവില്ല. ഞാനിപ്പോൾ എൻ്റെ സങ്കടങ്ങൾ ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ട് ബ്രോന് ഇഷ്ടംപോലെ സങ്കടങ്ങൾ ഉണ്ടാവും അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സങ്കടം കൂടി പറഞ്ഞിട്ട് ഞാനൊരു വിഷമിക്കുന്നത്. സന്തോഷിക്കുക, ഉള്ള സമയത്ത് നമ്മൾ ചിരിച്ച് കളിച്ച് സിനിമയൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച്. സങ്കടങ്ങൾ ഞാൻ ഇടയ്ക്ക് അമ്മയുടെ കാര്യം പറഞ്ഞാൽ അവൾ ഇടയ്ക്ക് കരയുന്ന കാണാം, കരയും. ഞാൻ കൊന്നാലും കരയും പിടിച്ചു നിർത്തും. ഞാൻ പറയും, എൻ്റെ മുമ്പിൽ എനിക്ക് കരയുന്നത് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പറയാൻ പാടില്ല ശരിക്കും. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് അല്ലേ? ചേർത്ത് പിടിക്കാൻ തോന്നില്ല. ഞാൻ പറയാം, എനിക്കിഷ്ടമല്ല, എനിക്ക് എന്നൊരു ദേഷ്യം വരിക, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ചിരിച്ച് കളിച്ച്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് സങ്കടങ്ങൾ ഷെയർ ചെയ്യുന്നേക്കാളും നമ്മൾ സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നാണ് എൻ്റെ ഒരു പോളിസി. എന്തും പറയാം ഇപ്പം അമ്മയുടെ അടുത്ത് പറയാം. അമ്മ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഒറ്റക്കാണുള്ളത്. മാസത്തിലൊരിക്കൽ എനിക്ക് കുറച്ച് ദിവസം സമയം കിട്ടുമ്പം, ഒരു 4-5 ദിവസം അടുപ്പിച്ച് കിട്ടുമ്പോഴേ നമുക്ക് കണ്ണൂർ വരെ പോയിട്ട് വരണമല്ലോ, എനിക്ക് പോകാൻ വേണ്ടി പറ്റൂ. അപ്പം ഹോസ്പിറ്റലിൽ പോവുക, കാര്യങ്ങൾ
ഒറ്റക്കാണ്, ആ വീട്ടിൽ ഒറ്റക്കാണ്. ഇപ്പം അപ്പം അമ്മ അമ്മ ഒരു എന്ന് മാസം പറയുമ്പോൾ കണ്ണൂരിലെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാധാരണ അമ്മയായിരിക്കുമല്ലോ, എത്ര പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുകയും അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നതല്ല. അമ്മ ഒരു റിട്ടയർഡ് ഹെൽത്ത് സൂപ്പർവൈസറാണ്, അതുകൊണ്ട് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം കാര്യങ്ങളൊക്കെ അല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്താഗതികൾ ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതെ, എന്താ വെച്ചാൽ പുറത്ത് ഈ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആയില്ലെങ്കിലുള്ള പ്രശ്നം ഇതാണ്. ഇപ്പം അമ്മയുടെ ഒരു സോഷ്യൽ കൺസ്ട്രക്ട് വെച്ചിട്ട് ചിലപ്പോൾ ഒരാണ് പെണ്ണും കല്യാണം കഴിച്ചിട്ട് പറയുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അവരോ അങ്ങനെ പറയും, നാട്ടുകാരെന്ത് പറയും, ഇവരെന്ത് പറയും, എന്ത് പുല്ലിന് ആരെന്ത് പുല്ലിനോ എന്തോ പറഞ്ഞിട്ട് അവരുടെ ചിലവരാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലല്ലോ. അമ്മയെ എങ്ങനെ അമ്മേനെ അവതരിപ്പിച്ചിട്ടുള്ളത്, അമ്മയുടെ അടുത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്? അല്ല, അങ്ങനെ അവതരിപ്പിച്ചിട്ട് ചേട്ടൻ മരിച്ചപ്പം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഓരോന്നൊക്കെ കാണുമ്പം അമ്മേനോടൊക്കെ വിളിച്ച് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാനത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത കേട്ടോ. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്ന് വെച്ചാൽ ഇരുന്ന് അവർ അപ്ഡേറ്റ് ആവണം, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണ്ടേ. ഞാൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാന്ന് കേട്ടിക്കും, എനിക്കും മടുത്ത്, ഞാൻ എന്തിനാണ് ഇതൊക്കെ കാണാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നത് എല്ലാം പറഞ്ഞിട്ട് പത്രങ്ങൾ പറയും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, അതിൻ്റെ ഒന്നും കാര്യമില്ല അമ്മ, ഇതൊക്കെ ഒരു വഴിക്കങ്ങ് പോകും, അങ്ങ് വിട്ടേക്കുക, അവരെ പാർട്ട്നങ്ങ് വിട്ടേക്കുക, അത്ര തന്നെ അല്ലേ. അമ്മയും ജിഷനും തമ്മിൽ സാമ്യങ്ങൾ എത്രത്തോണ്ടുണ്ട്? എന്തെങ്കിലും കാര്യത്തിൽ സാമ്യമുണ്ടോ? സാമ്യം എന്താണ്, നമ്മളെ വൃത്തിയും കാര്യങ്ങളും ബാക്കിയുള്ള ചിന്ത, കുറേ സാമ്യക്കേടുകളുണ്ട്. ഒന്ന്, ഞാൻ ഭയങ്കര പറഞ്ഞ പോലെ അവൾ ഭയങ്കര യാത്ര ഇഷ്ടപ്പെടുന്നത്, ഞാൻ അങ്ങനെ വലിയ യാത്ര, പക്ഷേ ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്, ഞാൻ അങ്ങനെ പോകാറുണ്ട്. പക്ഷേ ഞാൻ ഒരു ദിവസം ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു പുതിയ സീരീസ് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ അങ്ങനെ പറയുന്ന പല ഇതിലും ഏതാണോ അന്ന് ഇറങ്ങും ഒന്ന് ഞാൻ കണ്ടിരിക്കും. പിന്നെ ആനുകാലികമായിട്ടുള്ള കുറേ കാര്യങ്ങളെ പറ്റി ഞാനിങ്ങനെ രാഷ്ട്രീയ ബോധമൊക്കെ ഉണ്ട്. രാഷ്ട്രീയ ബോധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെ പത്രം വായനയില്ലല്ലോ. അപ്പോൾ യൂട്യൂബിലും ഇവരൊക്കെ കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ആനുകാലികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പോൾ പറയുന്ന പോലെ തന്നെ നമ്മൾ സീരിയലിൻ്റെ പറ്റിയുള്ള കാര്യം ഞാൻ 2 ദിവസം മുമ്പേ അവളോട് ചോദിച്ചു, നമ്മളെ പ്രേംകുമാർ മറ്റേ സീരിയലിനെ പറ്റി പറഞ്ഞു. ഇല്ല ഏട്ടാ, ഞാൻ പറഞ്ഞു ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ, ഇന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. FTC ചെയർമാനാണ് പറയുന്നത് ചില സീരിയലുകൾ എൻഡോസൾഫാൻ പോലെയാണ് എന്നൊക്കെ. സീരിയലിൽ ഭാഗമായിട്ടുള്ള സീരിയൽ കൊണ്ട് ഉപജീവനം നടത്തുന്ന നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു എന്തൂസിയാസത്തിനെ കെടുത്തിക്കളയുന്നത് പോലെയല്ലേ അത്? അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞാൽ പറയാൻ എനിക്ക് വരില്ല. എന്താ വെച്ചാൽ ഞാൻ സീരിയൽ വർക്ക് ചെയ്യുന്ന ആളാണ്, വർഷങ്ങളായിട്ട് 4 വർഷത്തോളമായി ഞാൻ സീരിയൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇതുകൊണ്ടാണ് ഞാൻ കഞ്ഞി കുടിച്ച് പോകുന്നത്, ഇതാണ് എൻ്റെ ഉപജീവന മാർഗം. പക്ഷേ ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹം പറഞ്ഞതിൽ കാര്യമില്ലാതെ ഇല്ല. അദ്ദേഹം ചില സീരിയലുകൾ എന്താണെന്ന് പറഞ്ഞത്, ഇതേ പ്രേംകുമാർ എന്ന് പറഞ്ഞ ആൾ, ഇതേ പ്രേമാട്ടൻ, എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. പുള്ളി പണ്ട് അമ്മ സീരിയൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജിഷ്ണു ഞാൻ അമ്മ സീരിയൽ കാണാറുണ്ട് കേട്ടോ, ജിഷ്ണുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലോണം ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിചയത്തിൽ നമ്മൾ എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളായിരുന്നു. അപ്പോൾ എനിക്ക് അയ്യോ, ഇത് ഒരാൾ മുമ്പേ ഉള്ളൊരു ആർട്ടിസ്റ്റ് എന്നെ വിളിച്ചിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ചില സീരിയലുകൾ എൻഡോസൾഫോണിനേക്കാൾ മാരകമാണ് എന്ന് പറയുന്നു. അതിൽ സത്യമില്ലാതെ ഇല്ല. എന്നുവെച്ചാൽ പല സീരിയലുകളിലും നമ്മൾക്ക് മോശമായിട്ട് അതൊരു പ്രവണത ആദ്യമേ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. അതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നുവെച്ചാൽ നമ്മളെ വീട്ടിലിരിക്കുന്ന ഈ സീരിയലുകൾ ലാഗാണ്. നമ്മൾ വീട്ടിലിരിക്കുന്ന ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർക്കൊന്നും സീരിയൽ ഇഷ്ടമല്ല. വീട്ടിൽ ചിലപ്പോൾ സീരിയൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വേറൊരു വശം കൂടി ചിന്തിക്കണം. എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലിരിക്കുന്ന അമ്മമാർ, അമ്മൂമ്മമാർ, ഇവർക്കൊന്നും വേറെ പണിക്ക് പോകുന്നില്ല. നമ്മളൊക്കെ പോകുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, വൈകുന്നേരം തണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്, സിനിമക്ക് പോകുന്നുണ്ട്, മൊബൈലിൽ ആവശ്യത്തിന് യൂട്യൂബിൽ കാണുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സ് കാണുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് മുഴുവൻ ആണ്. ഇതിൻ്റെ വേറൊരു വശമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് വിളമ്പി ചോറും കറിയും ഉണ്ടാക്കി തന്ന് നിങ്ങളുടെ ഡ്രസ്സുകളും അലക്കി സഹായിച്ചു തരുന്ന, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ സ്വന്തം പാത്രം കഴുകൂല ഈ പറയുന്നവൻ, കഴുകുമോ? ഇല്ല. ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പണിയെടുത്തിട്ട് വൈകുന്നേരം ഒരു 6 മണി 7 മണി മുതൽ അവർക്കൊരു കുറച്ച് സമയത്തേക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ പണ്ടത്തെ മനോരമ ആഴ്ചപ്പതിവ് വായിക്കുന്ന പോലെ അല്ലെങ്കിൽ മംഗളം ആഴ്ചപ്പതിവ് വായിക്കുന്നത് പോലെ അതിൽ കാണുന്ന തുടരും എന്ന് കാണുമ്പം അടുത്ത എപ്പിസോഡ് വായിക്കുന്ന പോലെയുള്ള സീരിയലുകളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിട്ട് അതാണ് അവരുടെ എൻ്റർടൈൻമെൻറ്റ്. അല്ലാതെ
അവരുടെ എൻ്റർടൈൻമെൻറ്റ് അതേ ഉള്ളൂ. അല്ലാതെ ഈ കാണുന്ന നെറ്റ്ഫ്ലിക്സോ ആമസോണോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല നമ്മൾ പുതിയ സീരീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സീരീസൊക്കെ ടടങ് നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ ആയിട്ടില്ല. പണ്ട് ഈ എന്ന് പറഞ്ഞാൽ ദൂരദർശൻ്റെ ആ എന്ന് വെച്ചാൽ അവരുടെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ മൈൻഡ് അതിന് സെറ്റാണ് എന്ന് വെച്ചാൽ ഇച്ചിരി ലാഗാണ് അല്ലേ. പുതിയ ജനറേഷൻ്റെ കെട്ടിടും പെട്ടെന്ന് ഒരു ക്യാരക്ടർ കൊണ്ടുപോയി അവിടെ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞു, അടുത്ത സ്റ്റേജിലോട്ട് പോയി. ഇങ്ങനെയാണ് സിനിമയിൽ അല്ലെങ്കിൽ സീരീസിൽ വരുന്നത്. പട്ടപ്പെട്ടാന്ന് പറഞ്ഞിട്ട് അത് പോവാം. നമ്മൾ കറക്റ്റ് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നമ്മുടെ അമ്മൂമ്മമാർക്കോ ഇത്രയും സ്പീഡിൽ ചിന്തിക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി അവർക്കില്ല. അവരിപ്പോഴും അതിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സീരിയൽ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം കേട്ടോ. സീരിയൽ എന്ന് പറഞ്ഞാൽ ലാഗാണ്. നമ്മൾ കാണുമ്പോൾ ഒരാൾ ഇടിച്ചു, നീ അവിടെ പോയടി, അപ്പം ഞാൻ അവനെ കൊന്നു എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 റിയാക്ഷൻ ഇടും. ഇതിൻ്റെ ആവശ്യമില്ല. കൊന്നു പറഞ്ഞാൽ കഴിഞ്ഞു, കൊന്നു മനസ്സിലായി. ഒരാളെ റിയാക്ഷൻ ഇട്ടാൽ മതി. 5 റിയാക്ഷൻ ഇടുന്നത് എന്തുകൊണ്ടറിയോ? നമ്മുടെ ഈ അമ്മമാർക്കും ഈ 5 റിയാക്ഷൻ എത്തുമ്പോൾ ഇവർക്ക് മനസ്സിലാവും കാര്യം. ഇത് അങ്ങനെ സംഭവിച്ചല്ലേ, സീരിയസ് ആയ കാര്യമല്ലേ. അവളുടെ കുട്ടിയാണ് ഇവൻ. ഈ പിന്നെ അച്ഛൻ ആരാണെന്ന് അറിയില്ല കുട്ടിക്ക്, ഇവനാണോ അവളുടെ അച്ഛൻ? 5 റിയാക്ഷൻ അല്ലേ. ഇത് ഇടുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടിയാണ് ഈ സീരിയൽ എന്ന് പറയുന്ന സാധനം. ഇതിൽ തന്നെ ഇവർ കൊണ്ട് പൊരിച്ചൊറിയേണ്ട ആവശ്യം. ഈ പുതിയ ആൾക്കാർ ഇതിനു വേണ്ടി കുറേ ചർച്ചകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇവർ പറയും ഇതൊക്കെ സീരിയലൊക്കെ പിന്നെ ബാൻ ചെയ്യണം, സാമൂഹ്യ വിപത്താണ്. എന്തിലാണ് ഇവർ പറയണത്? എന്ത് വിപത്ത്? ഈ സീരിയൽ കണ്ടുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? പല വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സീരിയൽ കാണിക്കുന്നത്. ചിലതിൽ ഇത്തിരി ഓവറായിട്ട് കാണിക്കുന്നത്. അതിൽ നമുക്ക് ഇപ്പം ഞാനൊരു സീരിയൽ മണിമുത്ത് പറയുന്ന സീരിയൽ ചെയ്യുന്നത്, അതിൽ കുട്ടിയുടെ അടുത്ത് പാല് ഗ്ലാസ് നിലത്ത് വെച്ചിട്ട് നക്കി കുടിക്കാൻ വേണ്ടിയുള്ള ഷോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് നമുക്ക് പ്രതികരിക്കാം, അല്ലെങ്കിൽ ആ ഡയറക്ടർ ചെയ്യാൻ പാടില്ല. ഇതാ ഞാൻ പറഞ്ഞത്. ചില സത്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിലുണ്ട്. പ്രേംകുമാർ പറഞ്ഞതിൽ ചില സീരിയലുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ സീരിയലും ആക്ഷേപിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞു സാർ, ഇത് കുട്ടികൾ കാണുന്ന ഒരു സീരിയലാണ്, നമ്മൾ കൊടുക്കുന്ന മോശമായിട്ടുള്ള തെറ്റായിട്ടുള്ള സന്ദേശമാണ്, ആ ഷോട്ട് ഒഴിവാക്കിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു. ആ ഷോട്ട് ഇട്ടില്ല. ആ ഷോട്ട് ഇട്ടില്ല. അത് നമുക്ക് മാറ്റാം അല്ലേ. നമുക്കൊരു സ്പേസ് ഉള്ളവർക്കേ പറയാൻ പറ്റും. പുതിയതായിട്ട് വന്ന ആർട്ടിസ്റ്റുകൾക്ക് അത് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ പറഞ്ഞാലും ഇവനാരും മമ്മൂട്ടി, ഇവനാരും എൻ്റെ ഹലോ ഡയറക്ഷൻ എനിക്കറിയാം, നീ ഉണ്ടാക്കട്ടാ എന്ന് പറയുന്ന ഡയറക്ടേഴ്സും ഉണ്ട്, മനസ്സിലാക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, നമുക്ക് അവരോടൊക്കെ പറയാം. പക്ഷേ ഇതൊക്കെ ബാൻ ചെയ്യുക എന്ന് പറയുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ചെറുപ്പക്കാരിന്ന് നിങ്ങളെ പോലെയല്ല ഇവർക്ക് ചിന്താതി. അവർക്ക് വൈകുന്നേരം ഉണ്ടാകുന്ന ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേടോ. അത് അവർ എൻ്റർടൈൻ ചെയ്തോട്ടെ, അവർ കണ്ടോട്ടെ, സീരിയൽ കണ്ടോട്ടെ. അതിനെക്കൊണ്ട് നിങ്ങൾക്കെന്ത് കുഴപ്പം? നിങ്ങൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചാനൽ മാറ്റിയിട്ട് സ്പോർട്സ് ചാനൽ കാണണം എന്താ ഇത്ര നിർബന്ധം? നിങ്ങൾക്ക് ആ മൊബൈൽ കണ്ടാൽ പോരെ? നിങ്ങൾക്ക് കാണേണ്ട നെറ്റ്ഫ്ലിക്സിലില്ലേ? നിങ്ങൾക്ക് കാണേണ്ട യൂട്യൂബിലില്ലേ? ഒക്കെ വേറെ കാണേണ്ട സൈറ്റുകളൊക്കെ നിങ്ങളുടെ മൊബൈലില്ലേ? ഇതൊന്നും നിങ്ങളുടെ അമ്മമാർക്കും പെങ്ങന്മാരുടെയും ഒന്നും അല്ലെങ്കിൽ അമ്മൂമ്മമാരുടെയും ഒന്നും ഫോണിലില്ല. അവരുടെ ആകെപ്പാടിയുള്ള എൻ്റർടൈൻമെൻ്റ് ആണ് ഇത്. അത് അവരൊന്ന് കണ്ടോട്ടെ. ഇതിൻ്റെ പുറകിൽ കുറേ ആൾക്കാർ, ഒരു സെറ്റ് തുടങ്ങിയാൽ നിങ്ങൾ കാണുന്ന മുമ്പേ കാണുന്ന മേക്കപ്പ് ഇട്ടിട്ട് വരുന്ന നമ്മളെ പോലത്തെ ആൾക്കാർ മാത്രമല്ല, 10-40 ആൾക്കാർ ഇതിൻ്റെ പുറകിൽ ഉപജീവന മാർഗമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. വലിയൊരു ഇൻഡസ്ട്രിയാണത്. അതിനെ തകർത്ത് കളയല്ലേ. ഞാനൊക്കെ പട്ടിണിയായി പോവും സത്യം. ഞാനല്ല, പ്രൊഡക്ഷൻ ബോയ് അടക്കം, ചായ കൊണ്ടുവരുന്ന പ്രൊഡക്ഷൻ ബോയ് അടക്കം ഇത്ര പേരുടെ ഉപജീവന മാർഗ്ഗമാണെന്നറിയോ? കാണുന്നവർ കണ്ടാൽ മതിയടോ, കാണാത്തവർ കാണണ്ട. മൊബൈലുണ്ടല്ലോ, അതിൽ കണ്ടാൽ പോരെ നിങ്ങൾക്ക് ബാക്കിയുള്ളത്. നെറ്റ്ഫ്ലിക്സോ എന്താ വെച്ചത് കണ്ടോ. അമ്മൂമ്മമാർ ഇവരൊക്കെ കണ്ടോട്ടോ, അത് അവരുടെ എൻ്റർടൈൻമെൻറ്റല്ലേ, കണ്ടോട്ടെ പാവങ്ങൾ. ജിഷൻ പെട്ടെന്നൊരു റൗണ്ടിലേക്ക് കൊണ്ടുപോകണം. എത്രമാത്രം ജിഷനകത്ത് ഒരു തന്ത വൈബ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഈ റൗണ്ടിന്റെ ഉദ്ദേശം. തന്ത വൈബോ? അതെ, തന്ത വൈബ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുട്ടികളുണ്ട്, ജെൻസി കുട്ടികൾ. ഞാൻ തന്ത വൈബല്ല, ഞാൻ വൈബ് തന്തയാണ്. അപ്പൊ ഞാൻ കുറച്ച് റിലേഷൻഷിപ്പ് ടേംസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്തോ പറഞ്ഞതിന്റെ ഇടയിലാണ് സിറ്റുവേഷൻഷിപ്പ് ആണോ? അല്ല, ഞാൻ കുറച്ച് ടേംസ് പറയാം. ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന, ഇപ്പോഴത്തെ കുട്ടികൾ അവരുടെ ബന്ധങ്ങളിൽ ഉപയോഗിക്കുന്ന, റിലേഷൻഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന ടേംസ് ആണ്. ഇതുമായിട്ട് ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ, ഇതിനെപ്പറ്റി അറിയോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിന്റെ പേര് ബ്രെഡ് ക്രംബ്ലിംഗ് എന്നാണ്. പോലും കൊള്ളൂല. ബ്രെഡ് ക്രംബ്ലിംഗ് അറിയില്ല, അറിയില്ല, എനിക്ക് മനസ്സിലായില്ല. അത് ബ്രെഡ് ക്രംബ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിന്റെ
ക്രംബിൾ ഉണ്ടല്ലോ, അതൊക്കെ. അരിക, അതൊരു ടേം ആണ്, അതായത് ജെൻസി ടേം ആണ്. ബ്രെഡ് ക്രംബിളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടും പൊടിയൊക്കെ ഇട്ടിട്ട് പോവുക. അതായത് ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ 2 കൈ, 2 കോഫി കപ്പ്, അല്ലെങ്കിൽ ഒരു മറ്റേ ഷർട്ടിന്റെ ഇവിടെ ആംസിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ, ആരുടെയും മുഖം വ്യക്തമാക്കാത്ത, അതെ, പൊട്ടും പൊടിയില്ലാത്തവരാണ്. ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരുന്ന ഇതിൽ ഞാൻ മെസ്സേജൊക്കെ വന്ന് ഞാൻ മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പ്രൊഫൈലായിരിക്കണം. നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ മുഖം ഉണ്ടായിരിക്കണം, നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അതാണ് ജെന്യുവിനിറ്റി, അല്ലേ? എൻ്റെ മുഖവും ഇത് ഞാനാണ്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇത് എൻ്റെ ഫേസ്ബുക്കാണ്, ഇത് ഞാനാണ്, എൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളാണ്, ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നുള്ള ഇതാണല്ലോ അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഞാൻ അത് അങ്ങനെയുള്ള വിശ്വസിക്കുന്നിടത്താണ് എൻ്റെ ഫേസ്. എനിക്ക് മെസ്സേജ് അയക്കുന്ന ഹായ് ചേട്ടാ സുഖാണോ ചോദിച്ചിട്ടിങ്ങനെ വരും. ഞാൻ നോക്കും, പ്രൊഫൈൽ നോക്കുമ്പോൾ ഇത് പറഞ്ഞ പോലെ ഒന്നുമില്ല, പൂച്ചേൻ്റെ ഇത് അല്ലെങ്കിൽ മറ്റേ താമരപ്പൂ, പൂമ്പാറ്റ, ഇത് വെച്ചിട്ട് അയക്കുന്ന സംഭവം. എനിക്ക് പോട്ട് വാട്സപ്പിൽ പോലും സ്വന്തം പ്രൊഫൈൽ പിക്ചർ ഇടാത്തവരുണ്ടെന്നേ, എനിക്കിഷ്ടമല്ല അത്. അപ്പോൾ തന്നെ നമ്മൾ അവരെ അളക്കും. സ്വന്തം മുഖം പോലും കാണിക്കാൻ മടിയില്ല ഇയാൾ, എന്തോ സംതിങ് ഹൈഡിങ് അല്ലേ? അവിടെ ചിന്താഗതിയിലൊരു ഹൈഡിങ് ഉള്ളതുകൊണ്ടല്ലേ അവരത് കാണിക്കാത്തത്. അല്ലെങ്കിൽ സമൂഹത്തെ പേടിച്ചിട്ട്. ഇങ്ങനെയൊന്നും പേടിക്കാത്തവർ ചാറ്റ് ചെയ്താൽ മതിയടോ, ഇങ്ങനെയൊന്നും പേടിക്കാത്തവർ യൂസ് ചെയ്താൽ മതിയെന്നേ ഈ പുല്ല്. അല്ല, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, തുരുതുര ഫോട്ടോ ഇടുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, ഇതായിട്ട് കമന്റ് ഒക്കെ ഇടുന്നുണ്ട്, ഹേറ്റേഴ്സ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇടയ്ക്ക് ഓരോരുത്തർക്ക് കൊടുക്കുന്ന കൊട്ടാണ്. അത് നോക്കിയപ്പോൾ ഒരു ക്യാപ്ഷൻ കിടക്കുന്നത്, അതിലെന്താ ബിസിനസ് എന്ന് പറഞ്ഞത്, അതിൽ ഹേറ്റേഴ്സ് ആ വേർഡ് എൻ്റെയാണ്. നൺ ഓഫ് യുവർ ബിസിനസ് കൊടുക്കണ്ടേ, പിന്നെ ഉള്ളത് നമ്മൾ പറയണം മുഖത്ത് നോക്കിയിട്ട്. ഇതൊന്നും നിൻ്റെ പണിയുടെ എന്ത് പുല്ലുകട, അവരവൻ്റെ പണി നോക്കിയാൽ പോരെ, ബാക്കിയുള്ളവർ കുറ്റം പറഞ്ഞ് നടക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ അടുത്ത ടേമിലേക്ക് പോവാണേ. അടുത്ത ടേമിൻ്റെ പേര് ബെഞ്ചിങ്. BENCHING, BENCHING. ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും അത്. ചെയ്തിട്ടുണ്ടോ ജീവിതത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിട്ടുണ്ടോ എന്നും കൂടി എന്നോട് പറയണേ. ബെഞ്ചിങ് എന്താ റിലേറ്റഡ് ടു ലവ് ആൻഡ് റിലേഷൻഷിപ്പ്. ലവ് ആൻഡ് ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് റൊമാൻസ് ആക്കുന്ന. നല്ലവരായിട്ട് ചിന്തിക്കുക, മോശമായിട്ട് ചിന്തിക്കുക. എന്തായിരിക്കും ബെഞ്ചിൽ ഇരുന്നിട്ട്? അതൊന്നല്ല, ആ മോശമായിട്ടോ. അല്ല, ബെഞ്ചിങ് മനസ്സിലായില്ലേ? ഇച്ചിരി കത്തിച്ചിരി പാടാണോ നമുക്ക്? കത്തി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുമ്പോൾ സൈഡിൽ ഒരു പലക ഇട്ട് വെച്ച് പോകുന്നതിനാണ് ബെഞ്ചിങ്. ഇതിന്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു, അവിഹിതം അല്ലേ? ഇതന്നെ ഞാൻ പറഞ്ഞത്. അതാണ് അവിഹിതം, അത് ബെഞ്ചിങ് അല്ലേ? വേറൊരു കാര്യം കൂടി പറയാട്ടോ, അതിൽ എല്ലാവരും ഞാൻ 2 വശങ്ങളും കൂടിയുണ്ട്, 2-3 വശങ്ങളായിട്ട് പോകും. നമ്മളിപ്പോൾ ഒരാളുടെ ആയിട്ട് റിലേഷൻഷിപ്പിലുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇയാൾ വേറൊരാളുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകും. ഒന്നുകിൽ ആ പാർട്ട്ണറിൽ അവർ തൃപ്തരായിരിക്കില്ല, അല്ലേ? അത് ആണായാലും പെണ്ണായാലും, പെൺകുട്ടിയായാലും വേറെ റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടാവും, ആണുങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടാവും, ഇല്ലേ? അത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം. ഇയാളിൽ ആ ആണ് തൃപ്തികരമായിരിക്കില്ല, അല്ലെങ്കിൽ ഈ ആണിൽ ഈ പെണ്ണ് തൃപ്തികരമായിരിക്കില്ല. എല്ലാവർക്കും ഫിസിക്കൽ നീഡുണ്ട്. എല്ലാവരും പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാളികളെ സംബന്ധിച്ച് എന്നുള്ള വാക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഈ പറഞ്ഞ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരുണ്ടാവും യൂട്യൂബിൽ, ഇല്ലേ? ഇത് നമ്മുടെ ആ ഒരു തലമുറ ശബ്ദം കുറയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊരു ബാഡ് വേർഡല്ല, അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും നീഡ്സ് ഉണ്ടാവും, അവരവരുടെ ബോഡി നീഡ്സാണ് ഇതൊക്കെ എന്ന് പറയുന്നത്, ശാരീരിക ആവശ്യങ്ങളാണ്. അപ്പോൾ അതിനു വേണ്ടി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല എനിക്ക്. പക്ഷെ അല്ലാതെ പോയിട്ട് കുന്തളിക്കാൻ വേണ്ടി പോകുന്നതിനോട് താല്പര്യമില്ല. 100% ആത്മാർത്ഥതയോടാണ് അതങ്ങനെ ആത്മാർത്ഥമായിട്ടുണ്ടാകണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, അടുത്ത ടേം ഗോസ്റ്റിംഗ്. ഗോസ്റ്റും ഇങ്ങും
ഗോസ്റ്റിംഗ് Ghost ചെയ്തിട്ടുണ്ട്. in. ഗോസ്റ്റിംഗ് ING ഗോസ്റ്റിന്റെ കൂടെ Ghosting. ആ എന്നുവെച്ചാൽ എന്നുവെച്ചാൽ എന്താണ് പറ, Ghosting. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ ഗോസ്റ്റിംഗ് എന്ന് വെച്ചാൽ അതും ഈ റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ട് ഇപ്പത്തെ പുതിയ ടേമാ. പുതിയ ടേമാ. അതല്ല ചോദിച്ചാൽ തന്തവയ്പ് നല്ല അളവിലുണ്ട്, ഇപ്പൊ 2 അറിയില്ല. അയ്യോ സോറിടാ, അത് നീ പറഞ്ഞ നിനക്ക് എന്നാ പിന്നെ ഇന്റർവ്യൂവിന് ഏറ്റവും വരെ പറഞ്ഞു ചേട്ടാ, ഞാൻ ഒന്ന് നോക്കി വെച്ചിട്ട് വരുമായിരുന്നല്ല. ഗോസ്റ്റിംഗ് എന്നുവെച്ചാല് ചേട്ടാ എനിക്ക് മനസ്സിലായില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. സത്യമായിട്ടും ഞാൻ കുറച്ച് ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ തന്തവയ്പായി. ആദ്യം ഇവള് കാരണമാണ്, ഇവള് പിന്നെ എല്ലാം പഴയ കാലഘട്ടം. അല്ല അമ്മ പറഞ്ഞത് ശരിയാണ്, അവിടുന്ന് പറയുന്നത് ശരിയാണ്. പെട്ടെന്ന് കളഞ്ഞിട്ട് പോവാ. പെട്ടെന്ന് നമ്മളിങ്ങനെ നല്ല ബന്ധത്തിലിരിക്കും, പെട്ടെന്ന് കാണാണ്ടാവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഷോർട്ട് ടേം റിലേഷൻഷിപ്പിനല്ലേ അതൊക്കെ പറയുന്നത്. ലൈക്ക് ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അന്നേരം കാണും, അപ്പം കാണുന്ന റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു ഉത്സവപ്പറമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ പോകുമ്പോൾ ഉത്സവപ്പറമ്പിൽ പോയിട്ട് നമ്മൾ നാടകം പോയിട്ടുണ്ടോ? ആ ഒരു ടൈമിൽ നാടകം കാണാൻ വേണ്ടി പോയി നിൽക്കുമ്പം ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു, അവിടെ നിലത്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കാണുന്ന, അല്ലെങ്കിൽ നിലത്തിരുന്ന് കാണും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണിങ്ങനെ ഇരിക്കുന്നത് നോക്കി. അപ്പോൾ ആ പെണ്ണ് ഒന്ന് നോക്കി കണ്ട് അതാ നാടകം കഴിയുമ്പോഴേക്ക് കഴിഞ്ഞ്. ആ അതൊരു പ്രണയമാണ്, ഒരു നേരത്തെ പറഞ്ഞ പ്രണയമാണ്. കണ്ട് നോക്കിയിട്ട് അങ്ങ് പോയി. അതൊന്ന് ഉണ്ട്. പിന്നെ ഈ ട്രെയിനിലൊക്കെ നമ്മൾ പോകുമ്പം കാണുമല്ലേ, അവിടെ നോക്കുമ്പം അവിടെ ഒരു പെണ്ണിട്ടിരിക്കുന്നത്, അത് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി. ആ ട്രെയിൻ യാത്രയിൽ കഴിഞ്ഞത് കണ്ട് പോയി. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഗോസ്റ്റിംഗ്. അത് ഉണ്ടായിട്ടുണ്ട്. സ്വയം ചെയ്തിട്ടുണ്ടോ? പെട്ടെന്നൊരു ബന്ധത്തിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകേണ്ട വന്നിട്ടുണ്ടോ? ഇത് ശരിയാവില്ല, അല്ലെങ്കിൽ ഇത് ഭാവിയിൽ പൊന്നെ എന്നെ കൊണ്ടേ പോകുന്നു തോന്നിയിട്ട് എസ്കേപ്പ് ആയിട്ടുണ്ട്, ഓടിത്തള്ളി. ആടോ പേരുകൾ വെളിപ്പെടുത്താതെ ഒരു അനുഭവം പറയാൻ പറ്റുമോ? എന്തിനാ ഓടിത്തള്ളിയെന്ന് അറിയാനുള്ള? ചിലത് നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കും കേട്ടോ. ഒന്ന് ഞാൻ ഈ ഡിവോഴ്സ് ആയ ഒരു സമയത്തുണ്ടല്ലോ, എനിക്ക് കുറേ മെസ്സേജസ് മീൻസ് ലൈക്ക് പുറത്തുനിന്നൊക്കെയുള്ള വർക്കിംഗ് ഇൻ കാനഡ, വർക്കിംഗ് ഹിയർ ആസ് എ നേഴ്സ്, ജോലിയൊക്കെ വിട്ട് വരുമോ, എനിക്കിവിടെ 5-8 ലക്ഷം രൂപ ശമ്പളമുണ്ട്, എനിക്ക് നിങ്ങളെ പണ്ടേ ഇഷ്ടമായിരുന്നു, പിന്നെ നിങ്ങൾ അവളെ കല്യാണം കഴിച്ച് പോയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള അപ്രോച്ച് വരും. പിന്നെ ചിലവർക്ക് ഭർത്താവ് അറിയാണ്ട് റിലേഷൻഷിപ്പ് ആക്കാൻ വേണ്ടിയുള്ള വിളികൾ വരും. അതൊക്കെ എന്ന് വെച്ചാൽ സേഫാണല്ല, വേറെ ബാധ്യത ഒന്നുമില്ല, ഉണ്ട്, നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന ചിലത് നമ്മൾ വല്ല ഇത് ഭാവിയിലേക്ക്, ചിലത് ഫ്രീ ആണല്ലോ, കുഴപ്പമില്ല, അത്യാവശ്യം ഫെയിമുണ്ട്, നടക്കുന്ന ഫ്രീക്കായിട്ട് നടക്കുന്നുണ്ടാവാൻ, ശരി ഇവരുടെ തല തൂങ്ങിയേക്കാം എന്ന് വിചാരിച്ച് വരുന്നുണ്ട്. അതും നമ്മൾ തട്ടി വെക്കുന്നുണ്ട്. ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അമ്മയുടെ അടുത്ത്? ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നെ പറ്റി ഓൾമോസ്റ്റ് ഒക്കെ എല്ലാം ഒക്കെ അറിയാം, എല്ലാം. ശരി, അടുത്തത് ഇത് ചെയ്തിട്ടുണ്ടാവും എന്തായാലും, ഓർബിറ്റിംഗ്. എന്താണ് ഓർബിറ്റിംഗ്? ഓർബിറ്റിംഗ് നിങ്ങൾ ഇപ്പൊ ഏകദേശം എനിക്ക് ടേംസിന്റെ അർത്ഥം പറഞ്ഞത് ചവച്ച് തുപ്പുക എന്നാണ്. പിന്നെ ഓർബിറ്റ് അങ്ങനെയല്ലേ? അല്ലേ? അല്ല, ഓർബിറ്റ് എന്താ? ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഭ്രമണപഥം. അതാ എന്ത് ഈ ഭ്രമണപഥമാണ് നമ്മളടുത്ത് ആയിട്ട് ഓർബിറ്റ് കഴിക്കേണ്ടത്? നമ്മളെ സാധാരണ പറയുമ്പോ ഈ ഓർബിറ്റ് എന്നൊക്കെ പറയും. ഓർബിറ്റിക് ഭ്രമണപഥം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്യണേ, എല്ലാവരും ഞാൻ വെറും മണ്ടനാണെന്ന്. എനിക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട് കേട്ടോ. ഒരാളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഉണ്ട് പറയാം, ഒരു എന്തിനെ ചുറ്റിപ്പറ്റിയിട്ട് അങ്ങനെ പോകുന്നത്. പക്ഷേ അതിനൊരു പേരില്ലേ? അല്ല, ഇപ്പോൾ നമ്മളുടെ റിലേഷൻ, ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട്, ഇപ്പോൾ ഒരാൾ നമ്മൾക്ക് തന്നെ സ്വാധീനപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ചുറ്റിപ്പറ്റി അങ്ങ് പോവാം. നമ്മൾക്ക് അവരിൽ നമ്മൾ
നമുക്ക് പ്ലസൻ്റ് അല്ലെങ്കിൽ നമുക്ക് സന്തോഷം കടന്നതെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെ അതിൽ ചുറ്റിപ്പറ്റി നിൽക്കാം. അല്ലാണ്ട് ഒന്നിനെ ചുറ്റിപ്പറ്റി എങ്ങനെ നടക്കുന്നിട്ടുള്ള പരിപാടി അങ്ങനെയല്ലേ? ഇല്ല, അങ്ങനെ നിൽക്കണ്ടായില്ല. ഞാൻ സാധാരണ വർത്തമാനം പറഞ്ഞ് നമ്മൾ ക്ലാഷായി കഴിഞ്ഞ് പോയി. എപ്പോഴെങ്കിലും ഇങ്ങനെ ഇപ്പൊ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട് മനസ്സിലായിട്ടുണ്ടോ? പിന്നെ അപ്പൊ എങ്ങനെ പ്രതികരിക്കുക? ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ എന്താ പറഞ്ഞ മറ്റേ സാധനം എന്താ പറഞ്ഞ ആദ്യത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഗോസ്റ്റിംഗ് ആണ്. സിറ്റുവേഷൻ ബ്രെഡ് ക്രംബ്ലിങ്ങോ? പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെടൂലേ, അത് ഗോസ്റ്റിംഗ്. അത് ഗോസ്റ്റിംഗ്. അപ്പൊ ഞാൻ ഗോസ്റ്റിംഗ് ഉപയോഗിക്കും. ഞാൻ പറയും ഗോസ്റ്റിംഗ് എന്ന് പറയുമ്പോ അപ്പൊ തന്നെ അവര് ഗോസ്റ്റിംഗ് ആയി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോസ്റ്റിംഗ് ആയിട്ട് ചെറിയ ബന്ധമുള്ള സാധനം. പക്ഷെ ഗോസ്റ്റിംഗ് അല്ല, ഇതിന്റെ പേര് സബ്മെറൈനിങ് എന്നാ. അപ്പൊ എന്താ? അപ്പൊ ഈ ഗോസ്റ്റിംഗിന്റെ ഒരു അമ്മായിയുടെ മോനായിട്ട് വരും. അമ്മായിയുടെ സബ്മെറൈനിങ്. സബ്മെറൈൻ വെച്ചാ എന്താ? സബ്മെറൈൻ അന്തർവാഹിനി, കടലിന്റെ അടിയിൽ കൂടെ ഒക്കെ പോണ സാധനം. അപ്പൊ സബ്മെറൈനിങ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അടക്കടാ, എന്നോട് പരവാശം പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടോ. അടക്കടാ. സബ്മെറൈനിങ് അതല്ല കേട്ടോ, അതല്ല. അല്ല 12+ ചിന്തിച്ചാൽ മതി. 12+ ചിന്തിച്ചാൽ മതി. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തീവ്രമായി അങ്ങോട്ട് അതുമല്ലേ. ഇപ്പൊ ഇനിയിപ്പോ പുതിയ ക്ലാസ്സിന് വേണ്ടി വരും തോന്നുന്നു ഇതൊക്കെ പഠിക്കാൻ വേണ്ടി. സബ്മെറൈനിങ് നേവിയിലായിരുന്നോ പണ്ട്? പറയൂ, എന്താണ് ഉദ്ദേശിച്ചത്? മനസ്സിലായില്ല, പറയൂ. അതായത് സബ്മെറൈൻ വെച്ചാൽ ഇടയ്ക്ക് സബ്ബായിട്ട് അല്ല, അത് ഞാൻ പറഞ്ഞ ബെഞ്ചിങ്. ഇതെന്താ വെച്ചാൽ ഇടയ്ക്ക് നമ്മള് ബന്ധത്തിലുണ്ടാവും, ഇടയ്ക്ക് നമ്മൾ പോവും, പിന്നെയും ബന്ധത്തിൽ വരും. അതെന്താ പിന്നെ വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് സൗകര്യമുള്ള കാര്യമല്ലേ അത്? അത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, അത് ഓരോരോ മൂഡ് വരുന്നത് അനുസരിച്ചിട്ടാണല്ലോ. മൂഡ് പോകുമ്പോൾ അങ്ങ് പോവും, മൂഡ് വരുമ്പം വരും, അങ്ങനെയുള്ള ഇതാണ്. മറ്റുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടോ സബ്മെറൈനിങ്ങിന്? എന്നെയോ? ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമ്മളത് അങ്ങ് പോയിക്കോളൂ, അത്ര തന്നെ. അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് തന്നെ. മര്യാദക്ക് ഒരു വഴിക്ക് പോയിക്കൊണ്ടിരുന്ന ഞാനാണ്. ഇതും അതും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് തോന്നി വേണ്ട, ഇതൊന്നും അല്ല ലൈഫ് എന്ന് മനസ്സിലായത് പിന്നെയാണ്. അതൊക്കെ പിന്നെ ഇപ്പം നല്ലൊരാളെ പരിചയപ്പെട്ടപ്പോൾ തെറ്റായിട്ട് തീർച്ചയായും തെറ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. തെറ്റായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ ഞാനല്ല ഇപ്പം. പണ്ട് ആരെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഹായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ഹായ് ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്നത് ഞാനല്ല. അതിൽ നിന്ന് പോയിട്ട് പ്രൊഫൈൽ മുഴുവൻ നോക്കിയിട്ട് ഫോട്ടോ മുഴുവൻ സൂം ചെയ്ത് നോക്കിയിട്ട് നമ്മൾ റിപ്ലൈ അയക്കുന്ന ആളല്ല ഞാൻ. ഇപ്പം ഞാൻ അത് മാറിയിട്ടുണ്ട്. ഓക്കെ, വായ നോക്കൊക്കെ ചെയ്യും അത് ആൾക്കാർ. അടുത്തത് ലവ് ബോംബിങ്. എന്ന് വെച്ചാൽ ലവ് ചെയ്ത് അല്ല ന്യൂജൻ വേർഡ്സ് അല്ല ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ തന്തവൈബ് ഇത് സോറി വൈബ് തന്ത അല്ലാന്ന് ഞാൻ തെളിയിച്ചിരിക്കുന്നു. ലവ് ബോംബിങ് പറയാം, ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഏതായാലും ചമ്മി നാരി. ലവ് ബോംബിങ് എന്ന് വെച്ചാൽ നമ്മളൊരു റിലേഷൻഷിപ്പ് തുടങ്ങുമല്ലോ, ആ സമയത്ത് തുടക്കത്തിൽ നമ്മൾ കുറേ സ്നേഹം, കുറേ കാര്യങ്ങളൊക്കെ വാരിക്കോരി കൊടുത്തിട്ട് പിന്നെ അത് ഉണ്ടാവില്ല. പിന്നെ അതിങ്ങനെ ഘട്ടം അല്ല, അത് സ്വാഭാവികം. അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ആവാൻ സാധ്യത. എന്താ അറിയോ, ഒന്ന് ആദ്യം ഒരാളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ ഭയങ്കര ഇതാണ് നോണ പറയാ എന്ന പരിപാടി ഉള്ള പോലെ ഇങ്ങനെ പോകണം. ഓക്കെ, ആദ്യം ആയാലും അവസാനമായാലും ഉള്ള പോലെ തന്നെ പറഞ്ഞിട്ട് അങ്ങ് പോകണം എന്നുള്ളതാണ് അഭിപ്രായം. ലവ് ബോംബിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരാളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളില്ലാത്ത ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്ന് കാണിച്ച് കുറേ സ്നേഹം കാണിച്ച് ഞാനൊരിക്കലും എനിക്ക് ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ടെന്ന് കാണിച്ചിട്ടില്ല. ഞാൻ എങ്ങനെയാണോ, ഞാൻ അലമ്പനാണെങ്കിൽ ഞാൻ അലമ്പനാണ് എന്ന് തന്നെ കാണിക്കാറുള്ളൂ. ഞാൻ ഓക്കെ അത്യാവശ്യം വെള്ളമടിക്കും, ഇതൊക്കെയുള്ള ആളാണ് എന്നുള്ള രീതിയിൽ തന്നെ കാണിച്ചിട്ടേ പോവാറുള്ളൂ. അത് പറയും. അത് ചിലർക്ക് ആക്സെപ്റ്റബിൾ ആയിരിക്കും. അന്നേരമാണ് ഇവർ മറ്റേലിട്ട് പോവുക. ഇത്
കുറച്ച് കാലം നോക്കിയിട്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ പോകുന്നവരുണ്ട്. അതിലോട്ട് പോകുന്നത് അന്നേരമായിരിക്കും. ഞാൻ ആദ്യമേ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇച്ചിരി അലമ്പാണ്, നമുക്ക് വലിയ നല്ല പേരൊന്നുമില്ല എന്ന രീതിയിൽ തന്നെ അങ്ങ് പോകും. ഇത് ആരെ പഠിക്കാൻ? ഇതോ ഈ ഒന്നാമത് ഈ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ടോ, ഇവന്മാരെ സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് സീരിയലിൽ വില്ലന്മാർ പിന്നെ എല്ലാവരും വിചാരിക്കും വില്ലന്മാരാണ് ഏറ്റവും വലിയ. അല്ല, സീരിയലിൽ അഭിനയിക്കുന്ന നായകന്മാരാണ് വില്ലന്മാരെക്കാളും റിയൽ ലൈഫിൽ വില്ലന്മാർ ശരിക്കും. പിന്നെ എല്ലാവരും അല്ല കേട്ടോ. ഇപ്പം ഇതിൻ്റെ എനിക്ക് കേൾക്കേണ്ടി വരും. അടുത്തമാരെ വിളിച്ചാ നീ എൻ്റെ നായകനായ എന്നെ പറയുന്നടാന്ന് അറിയട്ടെ. അല്ല ആണ്. എത്ര പേരുണ്ട്, എത്ര പേര് സുഹൃത്തുക്കളായവരുണ്ട്, സുഹൃത്തുക്കളായ ഇഷ്ടം പോലെ പേരുണ്ട്. ആരും വലിയ പുണ്യാളന്മാരൊന്നും ചമയണ്ട കേട്ടാ. ഈ കൂട്ടുകാരുണ്ടല്ലോ, ഇപ്പോൾ അടുപ്പുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ നവീനെ പോലെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരു കമ്പാനിയൻഷിപ്പ് പോലത്തെ ഒരാൾ, നമ്മുടെ കൂടെ ഒരു ഒപ്പമുള്ള ഒരാൾ, നമ്മളോട് ഈ യാത്ര ചെയ്യാൻ പോകുന്ന ഒരാളുണ്ട് എന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ അറിയിക്കുകയാണ്. നിങ്ങളെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യാണ്. എന്തായിരുന്നു അവരുടെയൊക്കെ പ്രതികരണങ്ങൾ? ഒന്ന്, എന്നെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ട് ഇതൊക്കെ പറയും, ഒന്ന് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പേടിയുള്ളവരാണ് കൂടുതലും. എന്നെ ഒരു ഇച്ചിരി പേടിയാണ്. എൻ്റെ സ്വഭാവം എന്താണെന്ന് ഇവർക്കൊക്കെ കറക്റ്റായിട്ട് അറിയാം. അടുത്ത വായിൽ കേൾക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതും അവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഇപ്പോൾ നവീനായാലും മനീഷിനായാലും ഒക്കെ നമ്മൾ ആരാണെന്നെല്ലാം അറിയാം. ഒറിജിനൽ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതോ എന്താ പറയുക, നമ്മൾ കടന്നു പോയിട്ടുള്ള വഴികളും അറിയാം, നമ്മൾ പോയിട്ടുള്ള വിഷമഘട്ടങ്ങളും എല്ലാം അറിയുന്നവരൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും അങ്ങനത്തെ ഉപദേശിക്കാനോ പിടിക്കാനോ ഉപദേശിച്ചിട്ട് കാര്യമില്ല, അത് മനസ്സിലായതുകൊണ്ടായിരിക്കാം, അത് അവർക്ക് അറിയുന്നതുകൊണ്ടായിരിക്കും. അതിനൊന്നും നിൽക്കാറില്ല. ഏത് വഴിയാണോ ആ വഴി തന്നെയാണ് നമ്മൾ എന്നുള്ള രീതിയിലാണ് പോവാറ്. കുഴപ്പമൊന്നുമില്ല. അപ്പം അമ്മയല്ലാതെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടെ കൂട്ടാം അങ്ങനെ തോന്നുന്ന ഒരു സീരിയൽ സുഹൃത്തോ ഒക്കെ ഉണ്ടെങ്കിൽ ആരായിരിക്കും? ആണോ പെണ്ണോ? ആര് വേണമെങ്കിൽ. അല്ല, അതൊന്നുമില്ല. എല്ലാവരും നമുക്ക് ഇഷ്ടം. മിക്കവാറും സീരിയൽ ഫീൽഡിലൊക്കെ, എല്ലാ ഫീൽഡിലൊക്കെ ഉണ്ടാവും, നമ്മുടെ ഫീൽഡിൽ ഇച്ചിരി കൂടുതലാണ്. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ നല്ല നമ്മളോട് ഭയങ്കര അടുപ്പമുള്ളവരായിരിക്കും എന്ന്. പക്ഷേ ഇതേ ആൾ തന്നെ അപ്പുറം പോയിട്ട് നമ്മളെപ്പറ്റി മോശം പറഞ്ഞെന്ന് കേൾക്കുമ്പോഴാണ് ഞാൻ ഇയാൾ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞോ എന്ന് ഞാൻ അന്തം വിട്ടു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ അത്ര അടുത്ത് ഞാൻ അയ്യോ നല്ല ആളാണ് കേട്ടോ, അല്ലെങ്കിൽ നല്ല കുട്ടിയാണ് കേട്ടോ എന്ന് ഞാൻ അവളടുത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെ അപ്പുറത്ത് ഞാൻ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് എന്നെപ്പറ്റി ഇയാൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടു, ഇങ്ങനെ ഒരാളടുക്ക് പറഞ്ഞു. ഞാൻ അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒരു ഡിസ്റ്റൻസ് അവരുമായിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാനൊരു ഭയങ്കര ഒന്ന് എൻ്റെ ഈ പൊട്ടവായാന്നേ ഞാൻ എല്ലാവർക്കും ഉള്ളത് അങ്ങ് പറഞ്ഞു നടക്കും. അതൊരു പ്രശ്നമുണ്ട് എനിക്ക്. അത് എനിക്ക് തന്നെ പാരയായിട്ടുമുണ്ട്. അങ്ങനെ പാടില്ല. നമ്മൾ എല്ലാം അങ്ങോട്ടും എല്ലാവരുടെ അടുക്കും തുറന്ന് പറയാൻ പാടില്ല. ഇതിൽ എത്ര പേര് അത് നല്ലതായിട്ട് എടുക്കണം എന്നില്ല. പലരും അത് വേറൊരു രീതിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്, അത് അപ്പുറം പോയി പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിശ്വസിച്ച് രഹസ്യം പറഞ്ഞവരൊക്കെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ എനിക്ക് അനുഭവങ്ങളുണ്ട്. അതിൽ നിന്ന് തന്നെ എനിക്ക് നല്ല ഭയങ്കര കട്ടയാണെന്ന് തോന്നിയിട്ടുള്ള കുറേ പേര് ഞാനിപ്പോൾ അകറ്റ്, അത് അവർക്കും അറിയില്ല. ഞാൻ അവർക്ക് പറയോ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒരു ഡിസ്റ്റൻസ് കാണുമ്പോൾ ഹായ് ബൈ ഉണ്ട്, എല്ലാം ഉണ്ട്, ചിരിയും കളി എല്ലാം ഉണ്ട്, അതൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ ഒരു ഡിസ്റ്റൻസ്. ഇതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പറയും, ഇപ്പം നമ്മൾ കന്യാദാനം സീരിയൽ ഞാൻ ചെയ്യുന്നത്. കന്യാദാനം സീരിയലിൽ ഒരുത്തനുണ്ട്. ഇവൻ ആദ്യമൊക്കെ ഞാൻ നോക്കിയപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമുക്ക് എല്ലാ കാര്യം പറയാൻ തോന്നുന്ന ഒരാൾ എന്നൊക്കെ തോന്നുന്നു. ഭയങ്കര ആത്മീയമായിട്ടൊക്കെ ആയിട്ട് പോകുന്ന. അപ്പം ഇതൊക്കെ പറഞ്ഞ് ഇവർക്ക് വർത്താനൊക്കെ പിന്നെ ആണ് മനസ്സിലായത് ഇവൻ ഇങ്ങനെയുള്ള ആളെ അല്ല, ഇതൊക്കെ ഒരു പുറം മോടി മാത്രമാണ് ഇവൻ്റെ എന്നുള്ളത് മനസ്സിലായത് എനിക്ക് പിന്നീടാ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള പെൺകുട്ടികളൊക്കെ പോയിട്ട് ഇന്ന് മെനക്കെടുന്ന് ആലോചിച്ച് നോക്കി, തപ്പിപ്പിടിച്ചിട്ട് ഇവർക്ക് മെസ്സേജ് അയച്ചു വിടുക, ഇവനെ സൂക്ഷിക്കണം എന്നെ. എന്തൊരു മരണം നോക്കണം ഇവൻ അല്ലേ? ഇവൻ എന്നിട്ട് മെസ്സേജ് അയച്ചു വിടുക. എന്നിട്ട് എൻ്റെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളായിരിക്കും കേട്ടോ ഈ കുട്ടികൾ. ഈ പൊട്ടനും മനസ്സിലാവോ ഇവർ എൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് പറയുന്നുള്ളത് മനസ്സിലാക്കണ്ടേ? ഇവർ അപ്രോച്ച് ചെയ്യുക ഇന്ന് പരിപാടി
അതോടുകൂടി ഞാൻ മെല്ലെ അവരോടുള്ള അതങ്ങ് സ്റ്റോപ്പാക്കി ഇപ്പോൾ കാണുമ്പോൾ ഹായ് ബൈ അത്ര തന്നെ. പക്ഷേ പെണ്ണുങ്ങളെ പിന്നെ ഈ നമ്മൾ പറയുക ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സ്വഭാവമില്ലേ, അത് പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഇവനാ. അങ്ങനത്തെ സ്വഭാവമുള്ള ഒരുത്തൻ ഉണ്ട് നമ്മളെ കന്യാദാന സെറ്റിൽ. ആരാതിപ്പോൾ കണ്ടവർക്ക് മനസ്സിലായില്ല, എനിക്ക് പുല്ലാണ് പാടാ അവിടുന്ന്. അപ്പോൾ അവരെ സൂക്ഷിക്കണം എന്നുള്ളത് അവിടെ തന്നെ പല ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവൻ്റെ അറിയില്ല. അവൾക്ക് വളരെ നല്ലവനാണ്, സാത്വികനാണെന്ന് പറയുന്നത്. അല്ല കള്ളു കുടിക്കില്ല, വേറൊന്നുമില്ല. ജെൻറ്റിൽമാൻ ലുക്ക്, ജെൻറ്റിൽമാൻ പരിവേഷം. ഇതാണ് ഞാൻ പറഞ്ഞത്, വില്ലന്മാരായിരിക്കണം എന്നില്ല റിയൽ ലൈഫിൽ. ഇങ്ങനെയുള്ളവരുണ്ട്. ഇവർ നമ്മളെ പറ്റി ഇത് നമ്മൾ വേറെ ആരും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ വോയിസ് റെക്കോർഡ് വരെ നമ്മളെ കയ്യിലുണ്ടെന്നേ. ഈ വോയിസ് വരെ ഇയാൾ അയച്ചു കൊടുത്ത വോയിസ് വരെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, നല്ല രീതിയൊന്നുമല്ല അവിടെ പെരുമാറുന്നത്. ഇവിടെ വീഡിയോ പിന്നെ സ്വന്തം അയച്ചു കൊടുക്കുന്നുണ്ട്, അതും എൻ്റെ കയ്യിലുണ്ട് കേട്ടാ. കളിക്കൊന്നും വേണ്ട, അതൊക്കെ എൻ്റെ കയ്യിൽ സേഫായിട്ടുണ്ട്. അപ്പോൾ ഇത് അയച്ചു കൊടുക്കും. നമ്മളുടെ ഒരു പോസ്റ്റ് എങ്ങാനും ഇവരിട്ട് കഴിഞ്ഞാൽ ഇവ പടങ്ങും അവരടുത്ത്. ഇത് നിങ്ങളാരാണ് ഇവൻ, നമ്മളെ ഒന്ന് നോക്കുമ്പോൾ ഇവൻ്റെ എന്നിട്ട് അവർ പറഞ്ഞു, ഹലോ നിന്നേക്കാൾ മുമ്പേ ഉള്ള ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ തമ്മിൽ. ഇവന് ഈഗോ ആരും വല്ല ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ളവരുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഇവനൊക്കെയാണോ ചേർത്ത് പിടിക്കേണ്ടത് അല്ലേ? എന്നായിരുന്നു ഉത്തരം. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരാൾ, അയാൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഈശ്വരും അമ്മയും ഒരുമിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുന്നത് ഒരു തെറ്റൊന്നുമില്ലല്ലോ. തെറ്റൊന്നുമില്ല, അതിനിപ്പോൾ തെറ്റ് വേറെന്ത്. അപ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് പ്രകടിപ്പിച്ചൂടെ? അതിന് അങ്ങനെ പറയാറായില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ അങ്ങ് പോകുന്നു. നമ്മളിങ്ങനെ ഒരു വഴിക്കേ കൂടി അങ്ങ് പൊക്കോട്ടെന്നേ. അത് വേറെ കളറുകളൊന്നും അതിലിപ്പോൾ വലിയ കളറുകളൊന്നും ചേർക്കാനില്ല. എന്തെങ്കിലും കളർ ചേർക്കാനാകുമ്പോൾ ഞാൻ പറയാം കേട്ടാ. പക്ഷേ ഈ ഒരുമിച്ചാണ് താമസിക്കുന്നത് ആളുകൾ എഴുതി വിടുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് എന്താണെന്ന് എഴുതി വിടാൻ പറ്റില്ലാത്തത്? അവർക്കൊക്കെ എന്ത് വേണമെങ്കിൽ പറയില്ലല്ലോ. നമ്മൾ ഒരുമിച്ച് താമസിക്കാത്തിട്ടൊന്നുമല്ല. ഇപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്നതല്ലേ, നമുക്കെന്താ ഒരുമിച്ച് താമസിച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരുമിച്ച് ചിലപ്പോൾ ലേറ്റായിട്ട് വന്ന് ചിലപ്പോൾ ലേറ്റായിട്ട് പോകുന്നു. അപ്പോൾ ചിലപ്പം ഒരുമിച്ച് താമസിച്ചു വരും. അതിനെന്താ? ഒന്നിച്ച് നമ്മൾ ചിലപ്പം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു വരും. അതിനെന്താ കുഴപ്പം? എന്താ ആണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? അതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. രണ്ട് വ്യക്തി അതുകൂടിയാണല്ലോ പണ്ട് 1947 മഹാത്മാഗാന്ധി നമുക്ക് വാങ്ങിയെടുത്ത് തന്നത്. കുറച്ച് വികാരമൊക്കെ വിക്ഷോഭിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. വികാരങ്ങളൊക്കെ വിക്ഷോഭിച്ചുള്ള ആൾ തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ചോദ്യം ഞാൻ വിചാരിച്ചു വികാരത്തെ പറ്റിയുള്ള ചോദ്യമായിരിക്കും അടുത്ത. ഞാനൊരു വികാര ജീവിയാണ്. ആണോ? ആണ്, എല്ലാ അർത്ഥത്തിലും. എല്ലാ അർത്ഥത്തിലും, എല്ലാ ഭൗതിക സുഖങ്ങളും. പിന്നെ എൻ്റെ നോട്ടം തന്നെ ശരിയല്ല എന്ന് പലരും പറയാണ്. ഇവൻ നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാണ് പറയാറുണ്ട്. അതെൻ്റെ ഒരു പ്രശ്നമാണിത്. ഞാൻ വെറുതെ ഒരാളെ നോക്കി കഴിഞ്ഞാൽ വിചാരിക്കും ഇവൻ്റെ മോശമായിട്ടുള്ള നോട്ടം എന്ന് വെച്ചാൽ സീരിയലിൽ ഇങ്ങനെയുള്ള ക്യാരക്ടറാണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ അവർക്ക് തോന്നും ഇവൻ്റെ നോട്ടം ശരിയല്ലല്ലോ എന്ന് തോന്നും. അത് ഞാൻ ജനിച്ചപ്പോൾ മുതൽ ജന്മനായി ഇങ്ങനെയാണ് എൻ്റെ നോട്ടം. അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, വൃത്തിയായിട്ട നോട്ടം എന്നൊക്കെ പറയും. ഇവൾ പറയാറുണ്ട്, നമ്മളീ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നോക്കുമല്ല, ഇങ്ങനെ നോക്കുന്നതാണ് എന്തൊരു നോട്ടാ മനുഷ്യൻ ഇങ്ങനെ നോക്കുന്നത്. ഞാൻ പറഞ്ഞു എന്തേ നോട്ടത്തിൽ തന്നെ ഒരിഞ്ഞു പോകും. അങ്ങനെ ഇവർക്ക് തോന്നിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റെ കണ്ണ് കുത്തിപ്പൊടിച്ച് കളയാൻ പറ്റുമോ? അത് പറ്റില്ല. അത്രേ ഉള്ളൂ. ഒരുപാട് പറയാനുള്ളതൊക്കെ ഈ അഭിമുഖത്തിലൂടെ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ലോണം നല്ല രീതിയിൽ ചോദിച്ചു. നല്ല സ്പേസ് തന്നു. താങ്ക് യു. ഡെഫിനറ്റ്ലി. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് അത് നിങ്ങളുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. പുതിയൊരു കമ്പാനിയൻ വന്നതുകൊണ്ട് ജീവിതത്തിന് കുറച്ചുകൂടി പ്രകാശമുണ്ട് ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും തീർച്ചയായും. അപ്പം നല്ല മനുഷ്യനായിട്ട് തന്നെ തുടരാൻ സാധിക്കട്ടെ. ഈ ഒരു തുറന്ന
സംസാരം ഉണ്ടല്ലോ അതൊരു വലിയ ക്വാളിറ്റിയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. താങ്ക് യു. അപ്പോൾ അതും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. തീർച്ചയായും. സീരിയലുകളിൽ നിന്നുള്ള വില്ലൻ്റെ ഒക്കെ അപ്പുറത്തേക്കുള്ള പരീക്ഷണങ്ങളും അഭിനയിക്കാനുള്ള വേഷങ്ങളൊക്കെ ലഭിക്കട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം. താങ്ക് യു.